ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഷുഡിൻ്റെ ഉപയോഗമാണ്. ബിഗിനേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഷുഡ്. ഷുഡ് നമുക്ക് എങ്ങനെ ആക്റ്റീവിലും അതുപോലെ പാസീവ് സെൻറ്റൻസിലും ഉപയോഗിക്കാം എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഷുഡ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു അഡ്വൈസ്, അതായത് ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, നിങ്ങൾ നന്നായി പഠിക്കണം. അതായത് അതൊരു ഉപദേശം നമുക്ക് ഒരാളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരാളോട് ഒരു ഉപദേശം കൊടുക്കുകയാണ്, ഒരാൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് ഒരാളോട് ഉപദേശം ചോദിക്കാനും, അതായത് നമുക്ക് ഒരാളോട് ഒരു അഡ്വൈസ് ചോദിക്കാനും നമുക്ക് ഇംഗ്ലീഷിൽ ഷുഡാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഞാൻ ഈ കോഴ്സിന് ചേരണം. അത് അങ്ങനെ ഒരു ഉപദേശം ഒരാളോട് ചോദിക്കണം. അപ്പോൾ അതും നമ്മൾ ഷുഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ഷുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ആക്ഷൻ, അതായത് നമുക്ക് അവിടെ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം. പ്രവൃത്തികൾക്ക് ഉദാഹരണമാണ് കഴിക്കുക, ഉറങ്ങുക, നടക്കുക, ഓടുക, അങ്ങനെ. അപ്പോൾ അവിടെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയും, അങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഷുഡ് ഉപയോഗിക്കാം. ഉദാഹരണം, നിങ്ങൾ ജിമ്മിൽ പോകണം. ഞാനിപ്പം ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്, ഒരാളോട് നമുക്കൊരു അഡ്വൈസ്, ഒരു ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ജിമ്മിൽ പോകണം. അപ്പോൾ അത് നമ്മൾ ഷുഡ് ഉപയോഗിച്ചാണ് പറയുന്നത്. അത് പറയുന്നത് യു ഷുഡ് ഗോ ടു ജിം. അതുപോലെ തന്നെ ഞാൻ ഒരാൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്, ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും നടക്കണം. അപ്പം അത് നമുക്ക് ഷുഡ് ഉപയോഗിച്ച് പറയാം, യു ഷുഡ് വാക്ക് എവറി ഡേ. അപ്പോൾ നമുക്കിനി ഷുഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ നോക്കാം. ഷുഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്, നമ്മൾ ആദ്യം ആർക്കാണോ നമുക്ക് ഉപദേശം കൊടുക്കേണ്ടത് അയാൾ, അതായത് അയാളാണ് സബ്ജക്റ്റ്, അപ്പോൾ അത് ആദ്യം പറയണം. അതിനുശേഷം രണ്ടാമതാണ് ഷുഡ് പറയേണ്ടത്. അതിനുശേഷം മൂന്നാമത് നമ്മൾ ആ പ്രവൃത്തി എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത്, ആ പ്രവൃത്തി, അതായത് ആക്ഷൻ നമ്മൾ മൂന്നാമത് പറയുക. ഇനി നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഈ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഷുഡിൻ്റെ കൂടെ ഒരു നോട്ട് ഉപയോഗിക്കും, ഷുഡ് നോട്ട് എന്നും പറയാം, അല്ലെങ്കിൽ ഷുഡിൻ്റെ എന്നും പറയാം. അപ്പം നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയുക, അതിനുശേഷം ഷുഡ് നോട്ട് എന്ന് പറയുക, അല്ലെങ്കിൽ ഷുഡിൻ്റെ എന്ന് പറയാം. അതിനുശേഷം നമ്മൾ പ്രവൃത്തി, മൂന്നാമത് പ്രവൃത്തി ഏതാണോ അത് പറയുക. ഉദാഹരണം, ഞാനിപ്പോൾ ഒരാളോട് ഒരു ഉപദേശം കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടെ വരരുത്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് യു ഷുഡ് നോട്ട് കം ഹിയർ എന്നാണ്. അതുപോലെ നമുക്ക് ആരോടെങ്കിലും ഉപദേശം ചോദിക്കണം എങ്കിലും നമ്മൾ അവിടെ ചോദിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഷുഡാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം, ഞാൻ ഈ കോഴ്സിന് ചേർന്നോട്ടെ, അങ്ങനെ ഒരു ഉപദേശം ആണ് ചോദിക്കുന്നത്. അപ്പം നമ്മളവിടെ ഷുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഉപദേശം നമ്മൾ ഒരാളോട് ചോദിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഒരാളോട് ഉപദേശമാണ് ചോദിക്കുന്നത്, അവിടെ പെർമിഷനല്ല. നമ്മൾ പെർമിഷനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ക്യാൻ അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം. അപ്പം അഡ്വൈസാണ് ചോദിക്കുന്നതെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് അനുവാദം, പെർമിഷനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ക്യാൻ അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം. ഉദാഹരണം, ഞാൻ നിൻ്റെ മൊബൈൽ ഉപയോഗിച്ചോട്ടെ, അത് ഒരു അനുവാദം ചോദിക്കുകയാണ്, ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ അത് വേണ്ടി നമ്മളവിടെ ക്യാനോ അല്ലെങ്കിൽ മേയോ ഉപയോഗിക്കും. അതേസമയം നമ്മൾ ഒരാളുടെ ഉപദേശമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ഷുഡാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഷുഡ് നമുക്ക് ആക്റ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കാം, അതുപോലെ ഷുഡ് നമുക്ക് പാസീവ് രീതിയിൽ ഉപയോഗിക്കാം. അപ്പം ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പം നമുക്ക് ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആ പ്രവൃത്തി ചെയ്യുന്ന ആരാണോ അയാളും ഉണ്ടായിരിക്കും. ഉദാഹരണം, ഇപ്പം നീ നന്നായിട്ട് പഠിക്കണം, അതൊരു ആക്റ്റീവ് സെൻറ്റൻസാണ്.
കാരണം അവിടെ ഒരു പ്രവൃത്തിയുണ്ട്, പഠിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയുണ്ട്. അതുപോലെ തന്നെ അതാരാണ് ചെയ്യുന്നത്? യു, അതായത് നിങ്ങൾ. അപ്പോൾ അവിടെ ആ ചെയ്യുന്ന ആളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. പക്ഷേ അതേസമയം പാസീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പം അവിടെ ഒരു പ്രവൃത്തി ഉണ്ടാവും, പക്ഷേ അത് ചെയ്യുന്ന ആരാണോ അയാളെക്കുറിച്ച് നമ്മൾ അവിടെ കാണിക്കാറില്ല. അയാൾ ചെയ്യുന്നത് ആരാണോ അത് ഇമ്പോർട്ടൻ്റ് അല്ല, ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ആരാണോ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അതുകൊണ്ട് അവിടെ കാണിക്കാറില്ല. അപ്പോൾ പാസീവ് സെൻറ്റൻസിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആരുടെ മേൽ അല്ലെങ്കിൽ എന്തിൻ്റെ മേലിലാണോ ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അതും ഉണ്ടായിരിക്കും. അപ്പം എന്തിൻ്റെ മേലിലാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുടെ മേലിലാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അതിനെ ഒബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം പാസീവിൽ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും, പിന്നെ ആ പ്രവൃത്തി ഉണ്ടായിരിക്കും. അത് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ പാസീവിൽ നമ്മൾ കാണിക്കാറില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഇവിടെ നിങ്ങൾക്കൊരു മരം കാണാം അല്ലേ? അപ്പം ആ ഒരു മരം കട്ട് ചെയ്യണം, ആ ഒരു മരം മുറിക്കണം. അപ്പം അത് ഒരു പാസീവ് സെൻറ്റൻസാണ്. കാരണം ഇവിടെ ഒരു പ്രവൃത്തി പറയുന്നുണ്ട് നമ്മൾ, അതായത് മുറിക്കുക എന്നൊരു പ്രവൃത്തിയുണ്ട്. പിന്നെ അത് എന്തിൻ്റെ മേളിലാണ് അല്ലെങ്കിൽ ആരുടെ മേളിലാണ് അത് ചെയ്യുന്നത്? അത് ആ മരത്തിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് അത് ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ആ മരം എന്ന് പറയുന്നതാണ് ഇവിടെ ഒബ്ജക്റ്റ്, കാരണം ആ മരത്തിനെയാണ് നമ്മളിവിടെ മുറിക്കുന്നത്. അപ്പോൾ അവിടെ പ്രവൃത്തിയുണ്ട്, പിന്നെ ആ പ്രവൃത്തി നമ്മൾ എന്തിൻ്റെ മേളിലാണോ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ്, അതായത് ആ ഒരു മരവുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് പാസീവ് സെൻറ്റൻസ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അതായത് ആരാണ് ആ മരം മുറിക്കുന്നത്, അതായത് സബ്ജക്റ്റ്, ആരാണോ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് നമ്മളിവിടെ കാണിക്കാറില്ല. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിന് പാസീവിൽ ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് കാണിക്കാറില്ല. നമ്മൾ ആ പ്രവൃത്തിയും കാണിക്കും, ആ ഒബ്ജക്റ്റും കാണിക്കും. അപ്പോൾ നമുക്ക് പാസീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് ഷുഡ് ഉപയോഗിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, പാസീവിൽ നമ്മൾ ഷുഡിൻ്റെ കൂടെ നമ്മളൊരു ബീയും കൂടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഈ മരം മുറിക്കണം അല്ലെങ്കിൽ ഈ മരം മുറിക്കപ്പെടണം. ഓക്കെ, അതാണ് പാസീവ് സെൻറ്റൻസ്. അപ്പം അത് പറയുന്നത് എങ്ങനെ പറയാം? ദിസ് ട്രീ. ഓക്കെ, അതായത് ആ ഒബ്ജക്റ്റ് പറഞ്ഞു, അതിന് ശേഷം നമ്മൾ ഷുഡ് ഉപയോഗിക്കാം. ദിസ് ട്രീ ഷുഡ്, അത് കഴിഞ്ഞ് ഒരു ബീയും കൂടെ ഉപയോഗിക്കണം. കാരണം പാസീവിൽ ഷുഡിൻ്റെ കൂടെ പാസീവിന് വേണ്ടിയിട്ട് ഒരു ബീയും കൂടെ ഉപയോഗിക്കും. അപ്പം ദിസ് ട്രീ ഷുഡ് ബി, അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രവൃത്തി? മുറിക്കുക എന്നുള്ള കട്ട്. അപ്പം ദിസ് ട്രീ ഷുഡ് ബി കട്ട് എന്നാണ് പറയുന്നത്. അപ്പം പാസീവിൽ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് പറയുക, അതിനുശേഷം രണ്ടാമത് ഷുഡ് ബി പറയുക, അതിനുശേഷം മൂന്നാമത് നമ്മൾ പറയേണ്ടത് ആ പ്രവൃത്തി പറയുന്നത് മൂന്നാമത്തെ ഫോമിൽ വേണം പറയാൻ. ഇപ്പം നമ്മൾ ഏതൊരു പ്രവൃത്തി എടുത്താലും അതിന് മൊത്തം 5 ഫോം കാണും. ഇപ്പം ഉദാഹരണം കഴിക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഫോം, അതായത് ബേസ് ഫോം എന്ന് പറയുന്നത് ഈറ്റ് എന്നാണ്. ഈറ്റ്. അതിൻ്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്, കഴിക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ATE. ഓക്കെ, ATE എന്നുള്ളതാണ് കഴിക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഫോം. ഇനി മൂന്നാമത്തെ ഫോം വരുമ്പം EATEN. ഓക്കെ, മൂന്നാമത്തെ ഫോം ഈറ്റൺ. ഇനി നാലാമത്തെ ഫോം ആണെങ്കിൽ ING ഫോം, ഒരു ING കൂടെ നമ്മൾ ചേർക്കും, ഈറ്റിംഗ്, അതാണ് നാലാമത്തെ ഫോം. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഫോം എന്ന് പറയുന്നത് നമ്മൾ S എന്ന് പറഞ്ഞൊരു സൗണ്ടോടുകൂടി അവസാനിക്കുന്നത്, ഈറ്റ്സ്. ഓക്കെ, EATS, ഈറ്റ്സ്. അപ്പം നമ്മൾ ഏതൊരു പ്രവൃത്തി എടുത്താലും ആ പ്രവൃത്തിക്ക് മൊത്തം 5 ഫോം കാണും. ഓക്കെ, ഇപ്പം കുടിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി എടുക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫോം ഡ്രിങ്ക്, DRINK. രണ്ടാമത്തെ ഫോം ഡ്രാങ്ക്, DRINK. മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ഡ്രങ്ക്, DRUNK. ഇനി നാലാമത്തെ ഫോം എന്ന് പറയുമ്പോൾ ING കൂടെ ചേർത്താൽ മതി, അപ്പം ഡ്രിങ്കിങ്. ഇനി അഞ്ചാമത്തെ ഫോം എന്ന് പറയുമ്പം ലാസ്റ്റ് നമ്മളൊരു എസ് എന്നുള്ളൊരു സൗണ്ട്. ഓക്കെ, അപ്പോൾ അതായത് ഡ്രിങ്ക്സ്, DRINKS. ഓക്കെ, അപ്പം 5 ഫോം ഏതൊരു പ്രവൃത്തി എടുത്താലും നമുക്ക് ഇതുപോലെ അതിന് 5 ഫോം പറയാൻ പറ്റും. അപ്പം നമ്മൾ പാസീവിൽ നമ്മൾ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഈ മരം മുറിക്കപ്പെടണം അല്ലെങ്കിൽ ഈ മരത്തെ മുറിക്കണം എന്ന് നമ്മൾ പറയുമ്പം ദിസ് ട്രീ
ഷുഡ് ബി കട്ട്. കാരണം കട്ട് എന്നുള്ള പ്രവൃത്തി, മുറിക്കുക എന്നുള്ള പ്രവൃത്തിയുടെ മൂന്നാമത്തെ ഫോമും കട്ട് തന്നെയാണ്. കട്ടെന്ന് പറഞ്ഞ പ്രവൃത്തിയുടെ ഒന്നാമത്തെ ഫോം കട്ടാണ്. കട്ടെന്ന പ്രവൃത്തിയുടെ രണ്ടാമത്തെ ഫോമും കട്ട് തന്നെയാണ്. മൂന്നാമത്തെ ഫോമും കട്ട് തന്നെയാണ്. നാലാമത്തെ ഫോം എന്ന് പറയുമ്പോൾ കട്ടിങ്, ING കൂടെ ചേർത്താൽ മതി, CUTTING, കട്ടിങ്. അഞ്ചാമത്തെ ഫോം എന്ന് പറയുമ്പം S എന്ന് പറയുന്നൊരു സൗണ്ടും കൂടെ ചേർക്കുക, കട്ട്സ്, CUTS. ഓക്കെ, അപ്പം ഈ മരം മുറിക്കണം എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദിസ് ട്രീ ഷുഡ് ബി കട്ട്. ഈ മരം മുറിക്കപ്പെടണം, അല്ലെങ്കിൽ ഈ മരത്തെ നമ്മൾ മുറിക്കണം. ഓക്കെ, ഇനി പാസീവിൽ നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് അവിടെ ഒരു മതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഒരു വോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് പറയണം ഈ മതിൽ പെയിൻറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഈ മതിലിനെ പെയിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അതൊരു പാസീവ് സെൻറ്റൻസ് ആണ്. കാരണം അവിടെ ഒരു ചെയ്യേണ്ട പ്രവൃത്തിയുണ്ട്, പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രവൃത്തി. അപ്പോൾ ആ ഒരു പ്രവൃത്തിയുണ്ട്. അതുകൂടാതെ അത് എന്തിൻ്റെ മേളിലാണ് ചെയ്യുന്നത്? ആ ഒബ്ജക്റ്റും ഉണ്ട്. അതായത് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ മതിലാണ്, ആ വോളാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റും ഉണ്ട്, ആ ഒബ്ജക്റ്റിൻ്റെ മേൽ ചെയ്യേണ്ട എന്താണോ പ്രവൃത്തിയുണ്ട്. അപ്പോൾ പ്രവൃത്തിയുണ്ട്, ഒബ്ജക്റ്റും ഉണ്ട്. പക്ഷേ ഇവിടെ ആരാണ് ചെയ്യുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആരാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല. അപ്പം ഇതൊരു പാസീവ് സെൻറ്റൻസ് ആണ്. അപ്പം ഈ മതിലിനെ പെയിൻറ്റ് ചെയ്യണം, അത് നമ്മളെങ്ങനെ പറയും? ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് പറയണം. അപ്പം ദിസ് വോൾ, ഈ വോൾ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, അതിനുശേഷം ഷുഡ് ബി പറയുക, ദിസ് വോൾ ഷുഡ് ബി. ഇനി പ്രവൃത്തി എന്താണ്, അതിൻ്റെ മൂന്നാമത്തെ ഫോം വേണം പാസീവിൽ പറയാൻ. പ്രവൃത്തി എന്ന് പറയുന്നത് പെയിൻറ്റിങ് ആണ്, അല്ല പെയിൻറ്റ് ചെയ്യണം. അപ്പം പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ ഫോം, ഫസ്റ്റ് ഫോം പെയിൻറ്റ്, രണ്ടാമത്തെ ഫോം പെയിൻറ്റഡ്, മൂന്നാമത്തെ ഫോം പെയിൻറ്റഡ് തന്നെയാണ്. നാലാമത്തെ ഫോം പെയിൻറ്റിങ്, ING അങ്ങനെ വരും. അവസാനത്തെ ഫോം ഇസ് എന്നുള്ളൊരു സൗണ്ട് അവസാനിക്കും, പെയിൻറ്റ്, PAINTS. അപ്പം നമുക്ക് മൂന്നാമത്തെ ഫോമാണ് വേണ്ടത്, അതായത് പെയിൻറ്റഡ്. അപ്പം ഷുഡ് ബി കഴിഞ്ഞ് നമ്മൾ എന്ത് പറയുക? പെയിൻറ്റഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദിസ്, ഈ മതിൽ, ദിസ് വോൾ. ഓക്കെ, ഈ മതിൽ, ദിസ് വോൾ. അത് കഴിഞ്ഞിട്ട് ഷുഡ് ബി ചേർക്കുക, കാരണം പാസീവിൽ ഷുഡിൻ്റെ കൂടെ ഒരു ബി കൂടെ ചേർക്കാം. അപ്പം ദിസ് വോൾ ഷുഡ് ബി, അതിനുശേഷം പ്രവൃത്തിയുടെ മൂന്നാമത്തെ ഫോം പെയിൻറ്റഡ്. ഓക്കെ, ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം നോക്കാം. അവിടെ ഒരു റൂം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എനിക്ക് പറയണം ആ റൂം ക്ലീൻ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ആ റൂമിനെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പം ഇത് പാസീവാണ്, കാരണം ഇവിടെ ഒരു പ്രവൃത്തി പറയുന്നുണ്ട്, ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തിയുണ്ട്. പിന്നെ അത് എന്തിനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്, എന്തിനെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്? നമ്മൾ ആ റൂമിനെ. ഓക്കെ, അപ്പം അത് ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റും ഉണ്ട്. പക്ഷേ ഇവിടെ ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. അപ്പോൾ ഇതൊരു പാസീവ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ പറയാം? ഈ റൂം, അപ്പം അങ്ങനെ പറയാം, ദിസ് റൂം. പാസീവ് ആയതുകൊണ്ട് ഷുഡിൻ്റെ കൂടെ ബി ചേർക്കുക. അപ്പം ദിസ് റൂം ഷുഡ് ബി. അതിന് ശേഷം പ്രവൃത്തിയുടെ മൂന്നാമത്തെ ഫോം, പ്രവൃത്തി എന്നുള്ളത് ക്ലീനാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ക്ലീൻഡ്. ദിസ് റൂം ഷുഡ് ബി ക്ലീൻഡ്. അപ്പം ഈ റൂം ക്ലീൻ ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഈ റൂമിനെ ക്ലീൻ ചെയ്യണം. ദിസ് റൂം ഷുഡ് ബി ക്ലീൻഡ്. അതുപോലെ ഇനി ആ റൂം ക്ലീൻ ചെയ്യണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഡിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർത്താൽ മതി. ദിസ് റൂം ഷുഡ് നോട്ട് ബി ക്ലീൻഡ്. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം. ഇപ്പം ഇവിടെ ഒരു ഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു തുണിയുണ്ട്. അപ്പം ആ ഡ്രസ്സ് വാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? ഈ ഡ്രസ്സ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് വാഷ് ചെയ്യപ്പെടണം എന്നെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ആദ്യം എന്തിനെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്? ഡ്രസ്സിനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് അതാണ്, ആ ഒബ്ജക്റ്റ് വെച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സാണ്. അപ്പം ദിസ് ഡ്രസ്, അതിനുശേഷം ഷുഡ് ബി ചേർക്കുക. അപ്പം ദിസ് ഡ്രസ് ഷുഡ് ബി. അതിനുശേഷം പ്രവൃത്തി, വാഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രവൃത്തി. അതിൻ്റെ മൂന്നാമത്തെ ഫോം പറയാം. വാഷിൻ്റെ മൂന്നാമത്തെ ഫോം വാഷ്ഡ് എന്നാണ്. അപ്പം ദിസ് ഡ്രസ് ഷുഡ് ബി വാഷ്ഡ്, അതായത് ഈ ഡ്രസ്സ് വാഷ് ചെയ്യപ്പെടണം, അതായത് ഈ ഡ്രസ്സിനെ വാഷ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം വാഷ് ചെയ്യണ്ടെന്ന് പറയാനാണെങ്കിൽ ഷുഡിൻ്റെ അവിടെ ഒരു നോട്ട് കൂടി ഉപയോഗിക്കാം. ദിസ് ഡ്രസ് ഷുഡ് നോട്ട് ബി വാഷ്ഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷുഡിൻ്റെ ഉപയോഗങ്ങളാണ് നോക്കിയത്. ഷുഡ് നമ്മൾ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാം.
ഒരു ഉപദേശം ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉപദേശം ഒരാൾക്ക് കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരാളോടൊരു ഉപദേശം ചോദിക്കാനും, ഓക്കെ, ഒരു ചോദ്യം, ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ ചോദിക്കാനും നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. അപ്പം ഒരാൾക്കൊരു ഉപദേശം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ആർക്കാണോ ഉപദേശം കൊടുക്കേണ്ടത് അയാളാണ് ആദ്യം പറയുന്നത്. അയാളുടെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അയാളാണ് സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ആദ്യം പറയാം, അതിനുശേഷം നമ്മൾ ഷുഡ് ചേർക്കുക. രണ്ടാമത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷുഡ് ചേർക്കുക. അതിനുശേഷം മൂന്നാമത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ പ്രവൃത്തിയുടെ ഒന്നാമത്തെ ഫോമിൽ വേണം പറയാൻ. ഓക്കെ, ഒന്നാമത്തെ ഫോമിൽ വേണം പറയാൻ. അപ്പം സബ്ജക്റ്റ് ആദ്യം പറയുക, ആർക്കാണോ ഉപദേശം കൊടുക്കേണ്ടത്, ഓക്കെ, അതിൽ വേണം തുടങ്ങാൻ. അതാണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് തുടങ്ങാം. അതിനുശേഷം ഷുഡ് ചേർക്കുക. അതിനുശേഷം എന്താണോ ചെയ്യേണ്ടത് ആ പ്രവൃത്തി അതിൻ്റെ ഒന്നാമത്തെ ഫോമിൽ പറയുക. അതുപോലെ പാസീവിലാണെങ്കിൽ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് പറയുക. അതായത് എന്തിൻ്റെ മേളിലാണോ ആ പ്രവൃത്തി, അല്ലെങ്കിൽ ആരുടെ മേളിലാണോ ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നത്, അതാണ് ഒബ്ജക്റ്റ്. അത് ആദ്യം പറയുക. അതിനുശേഷം രണ്ടാമത് ഷുഡ് ബി പറയുക. ഓക്കെ, അതിനുശേഷം മൂന്നാമത് ആ പ്രവൃത്തിയുടെ മൂന്നാമത്തെ ഫോമിൽ പറയുക. അതുപോലെ നമുക്ക് ഒരാളോട് ഒരു ഉപദേശം ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഷുഡിൽ വേണം തുടങ്ങാൻ. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഷുഡിൽ വേണം തുടങ്ങാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സബ്ജക്റ്റ് പറയുക. ഓക്കെ, അതിനുശേഷം മൂന്നാമത് ആ പ്രവൃത്തിയുടെ ഒന്നാമത്തെ ഫോം പറയുക. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ? അത് ഞാനൊരു അഡ്വൈസായിട്ട് ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ? അപ്പം അത് ചോദ്യം, നമ്മളൊരു ഉപദേശം ചോദിക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഷുഡ് തുടങ്ങും. അതുകൊണ്ട് ആദ്യം ഷുഡ് പറയാം. ഷുഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പറയാം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ. അപ്പോൾ ഷുഡായി. അതിനുശേഷം പ്രവൃത്തി ബേസ് ഫോം, അതായത് ഒന്നാമത്തെ ഫോമിൽ പറയുക. സഹായിക്കണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ഫോം എന്ന് പറയുമ്പോൾ ഹെൽപ്പ്. അപ്പോൾ ഷുഡ് ഐ ഹെൽപ്പ് യു എന്ന് വേണം ചോദിക്കാൻ. അപ്പം ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും ഷുഡിൽ വേണം തുടങ്ങാൻ. ഷുഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പറയുക. അതിന് ശേഷം മൂന്നാമത് പ്രവൃത്തിയുടെ ഒന്നാമത്തെ ഫോം പറയുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഷുഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരാൾക്ക് ഉപദേശം കൊടുക്കാനും അതുപോലെ തന്നെ എങ്ങനെ ഒരാളോട് ഉപദേശം ചോദിക്കാമെന്നും നോക്കി. അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസിൽ എങ്ങനെ ഷുഡ് ഉപയോഗിക്കാമെന്നുള്ളതും അതുപോലെ പാസീവ് സെൻറ്റൻസിൽ എങ്ങനെ ആണ് ഷുഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നോക്കിയത്. അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമ്മളിനി ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ.